ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പാറുക്കുട്ടിയുടെ പിറന്നാള്. ഇന്ന് ഞങ്ങൾ യാത്രയിലാണ്. ഇന്ന് നിലമ്പൂരാണ് പരിപാടി. പോകുന്ന വഴിയിൽ സ്ഥലം എവിടെയാണത്? മതിലകത്ത് എന്തായാലും ഇളയതിൻ്റെ ഹോട്ടലിൽ കയറാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ പാറുവിന് പിറന്നാൾ സമ്മാനം. ഇത് നോക്കിയേ, ഈ ഓംകാരകാരിണി എൻ്റെ ചെറിയ പിറന്നാൾ ഗിഫ്റ്റ്. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ബർത്ത്ഡേ കാരി സദ്യ ഉണ്ണാം. രഞ്ജുമാമ ഉണ്ട് കൂടെ. അതെ, പിറന്നാൾ വിഷ് ചെയ്താ പിന്നെ നേരത്തെ വിഷ് ചെയ്തു. സദ്യ തന്നെ. വീട്ടില് സദ്യ ഉണ്ടാക്കാൻ നേരമില്ല. ഇളയതിന്റെ സദ്യ സൂപ്പർ സദ്യ കേട്ടാ. പേര് കേട്ട ഹോട്ടൽ. പറഞ്ഞില്ല. ചേട്ടന്റെ പേര് പ്രദീപ്. അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാ നാരങ്ങാക്കറിയുണ്ട്, പുളിയിഞ്ചിയുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്, ഓലനുണ്ട്, കാളനുണ്ട്, കൂട്ടുകറിയുണ്ട്, ശർക്കരുപ്പേരി, കായുപ്പേരി. ഇവിടെ ഈ ഇലയിൽ ആരും വന്നില്ല. മറന്നുപോയി. എന്താ മറന്നു ഗെയിം. ഇവിടെ വിളമ്പിയില്ല, അപ്പോഴേക്കും കഴിച്ചു തുടങ്ങി. പപ്പടം വിത്ത് പാലടയാണ് പോരെ, വേറെന്ത് വേണം? വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രഞ്ജു, ഈ വിളമ്പുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇലയില് കൂട്ടാനുകൾ ഏത് വശത്താണെന്നൊക്കെ അതൊക്കെ കൃത്യമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി, അത് വിനായകരായിരുന്നു. ആയിക്കോട്ടെ. സാധാരണ ചില സദ്യകൾക്കൊക്കെ ഈ പിക്കിൾസൊക്കെ ഉപ്പിലിട്ടതൊക്കെ അപ്പുറത്തായിരിക്കും വിളമ്പണം. അവിടെയല്ല, ഇവിടെയാണ് കറക്റ്റ്. ഇല്ല, നമ്മളിങ്ങനെ അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് വിളമ്പി കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. എന്റെ ചക്കര പാറു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. നല്ല സാമ്പാർ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. രഞ്ജുമാമ മാത്രമേ ഉള്ളൂ. ഇവിടെ കമ്മത്ത് മാഷും തബല ബാലും അവിടെ ഷൊർണൂരിൽ നിന്ന് ജോയിൻ ചെയ്യും. ഇഞ്ചിയുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. കേക്ക് മുറിച്ച് ആഘോഷിക്കണേ, നമ്മൾ സദ്യ ഉണ്ടാകും. അതെ, രാത്രി കേക്ക് മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ഥലത്ത് കേക്ക് മുറിച്ചില്ല. നട്ടപ്പാതിരക്ക് 1 മണിക്കൊക്കെ. നീ വടക്കേടെ സ്ഥലമായിരുന്നല്ലേ? ആകാശേ, മനോഹരമായ ജന്മം നൽകിയതിന് അമ്മയ്ക്ക് നന്ദി പറയൂ. നന്ദി നന്ദി നന്ദി. മമ്മി താങ്ക്സ്. മമ്മി താങ്ക്സ്. റെഡി? നന്ദി അമ്മ. ഇത് മാത്രം നന്ദി പറഞ്ഞ പോരാട്ടോ. അതെ, ഇത്രയും നല്ലൊരു ഭാര്യയെ കൊടുക്കുന്നതിന് മണവാളൻ എന്നോട് നന്ദി പറയണ്ടേ? അത് വേണം. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കൊടുക്കുന്നതിന് അവന്റെ ഭാര്യ എന്നോട് നന്ദി പറയണ്ടേ? ഇതും കൂടെ കിട്ടാനുണ്ട്. അടുത്ത ദിവസം പിറന്നാളിന് എല്ലാവരും നമുക്ക് അടുത്ത ദിവസം പിറന്നാൾ എല്ലാവരും കൂടെ ഒരുമിച്ചാവാം. എന്തേ നാണിക്കണേ? കളം വരയ്ക്കണ്ടല്ലോ താഴെ. എന്നാ കഴിക്കട്ടെ. കൂട്ടുകറി എടുക്കുക, കാളൻ എടുക്കുക, സ്റ്റൂ എടുക്കുക. അപ്പൊ ഓലനല്ല, സ്റ്റൂ ആണ്. അവിയലെടുക്കുക, വെച്ചു. തോരനെടുക്കുക, വെച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ഉരുള. ആഹാ, കഴിയുമ്പോൾ ഒന്ന് വിളമ്പും. കൊള്ളാം. ഇതെടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട്
കണ്ണഞ്ചായന്റെ സദ്യ ഉണ്ണാനുള്ള വ്യഗ്രത കണ്ടാൽ അറിയാം എല്ലാ കൂടെ നല്ലതാന്ന്. സൂപ്പറ് കഴിക്കുമ്പോൾ ഇത്തിരി ഭംഗിയൊക്കെ പറയും. ഇത്തിരി എനിക്ക് തരണേ. ബോളി വിത്ത് പാലട. ബോളി വിത്ത് പാലട. പാലട മാത്രം കുറച്ച് വേറെ തന്നെ. പാലട സ്പെഷ്യൽ വന്നേക്കണം. പാലട മാത്രം ഉണ്ട്. ആൾക്കാരി ഡയറ്റ് ബർത്ത്ഡേ ആകുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. അത് ശരിയാ. രഞ്ജുമാന് വേണ്ടേ പാലട വിത്ത് ബോളി? ഒരു സ്പെഷ്യൽ താങ്ക്സ് രഞ്ജുന്. എന്താ കാരണം? CSLA പറഞ്ഞത് ഈ ഹോട്ടൽ നമ്മൾ ഗുരുവായൂർ നമ്മളെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കയറാറുള്ള ഒരു കടയാണ്. വളരെ നമുക്ക് വിശ്വസിക്കാവുന്ന കടയാണ്. 3 വീഡിയോല്ലേ സ്ഥലം? ഇത് മതിലകം. സോറി പിറന്നാളിന് സദ്യ കിട്ടുമോ എന്നുള്ള പേടിയായിരുന്നു നമുക്ക്. അപ്പൊ അതൊക്കെ ഹാപ്പി അല്ലേ പാറു? ഉണ്ടായില്ല. പാറു ഹാപ്പി അല്ലേ? പിന്നെ പൊരിക്കും. നോർമലി ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കലാണ് പതിവ്. പാലട ബോളി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് നക്കി അടിക്കണം. അപ്പോഴാണ് പിറന്നാൾ തൂത്തായുള്ളൂ. പക്ഷെ എനിക്കുണ്ടല്ലോ അതിൽ മാത്രം ഞാൻ ചേർന്നവങ്ങൾക്ക് തരിക. ബോളിയും പാലടയും കൂടെ എനിക്ക് പറ്റൂല. ബോളി ഞാൻ കഴിക്കാൻ തയ്യാറാ, പാലട കുടിക്കാൻ തയ്യാറാ. ഡയറ്റീഷ്യൻ പറഞ്ഞ ഫുഡാണ് കേട്ടോ പാലട വിത്ത് ബുളി. നിന്റെ ഡയറ്റീഷ്യൻ കാണണ്ട. പറഞ്ഞില്ല സൂപ്പർ സദ്യ, സൂപ്പറായിട്ടുണ്ട്. ബിൽ ഫ്രൈ വന്നു. സൂപ്പർ ഫുഡ്. താങ്ക് യു. രഞ്ജുവാനോരം മേടിച്ചിട്ടുണ്ട്. അച്ഛന് വേണമെങ്കിൽ എടുത്തോളൂ. ചേട്ടാ ഒരു ജീരകം എടുക്കുന്നുണ്ട്. താങ്ക് യു. കേട്ടോ സദ്യ ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. പിറന്നാളല്ലേ? അപ്പോൾ വളരെ അതിഗംഭീരമായ ഒരു സദ്യ തന്നെയായിരുന്നു ഇവിടുത്തെ അനുഭവം. രഞ്ജുവാണ് പറഞ്ഞത് ഇവിടെ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ വരുമ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞങ്ങൾ കഴിച്ച ഞങ്ങളുടെ ഒരു അനുഭവം. അപ്പോൾ സൂപ്പറായിട്ട് നിങ്ങൾക്കും വരാം. അല്ല അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥം ഉണ്ടെന്ന് മനസ്സിലാക്കും. നല്ല സദ്യ നമ്മുടെ നാടിന്റെ, അതായത് അതെ അതെ എറണാകുളം തൃശ്ശൂരിന്റെ ഒരു സദ്യ കഴിക്കണമെങ്കിൽ കറക്റ്റ് ഇവിടെ വന്നോളൂ. അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരും. വരേക്കും വണക്കം. നന്ദി.